വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. കേരളത്തിൽ LDF-ഉം UDF-ഉം രാജ്യസഭാ സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് വീതം വെച്ചുവെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ശുദ്ധകള്ളമാണ്. വാസ്തവമുണ്ടെങ്കിൽ അത് തെളിയിക്കണം. വെള്ളാപ്പള്ളി എങ്ങനെയാണ് നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് എന്ന് ചോദിക്കുന്ന എഡിറ്റോറിയൽ സർക്കാരിനെയും വിമർശിക്കുന്നു. ഈഴവർക്ക് അവകാശപ്പെട്ട പദവികളോ അവസരങ്ങളോ മുസ്ലിങ്ങൾ തട്ടിയെടുത്തുന്ന പറച്ചിലിൽ വല്ല വാസ്തവമുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി തെളിയിക്കണമെന്ന വെല്ലുവിളിയാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയൽ ഉയർത്തുന്നത്. ജനസംഖ്യാനുപാതം നോക്കിയാൽ പോലും ഇക്കാലം അത്രയും ഈഴവരെ പോലെ മുസ്ലിങ്ങളും വിവേചനം നേരിടുകയാണ്. ഈ മന്ത്രിസഭയിലെ പകുതിയോളം പേർ സവർണ സമുദായത്തിൽ നിന്നായിട്ടും അതിൽ വെള്ളാപ്പള്ളിക്ക് പ്രശ്നമില്ല. RSSന് ഒളിസേവ ചെയ്യുകയാണ് വെള്ളാപ്പള്ളിയെന്നും സുപ്രഭാതം വിമർശിക്കുന്നു. എഡിറ്റോറിയലിൽ സംസ്ഥാന സർക്കാരിനും വിമർശനമുണ്ട്. മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള വൻ തട്ടിപ്പു കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട ഒരാൾ ആരുടെ പിൻബലത്തിലാണ് പുറത്തിറങ്ങി നടക്കുന്നതെന്ന് വ്യക്തമാക്കണം. ഇത്രമേൽ അപരമത വിദ്വേഷം പടർത്തുന്ന ഒരാൾ എങ്ങനെയാണ് നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത്? വെള്ളാപ്പള്ളിയുടെ കള്ളങ്ങൾ സംസ്ഥാന സർക്കാരും കേട്ടില്ലെന്ന് നടിക്കുന്നു. വോട്ട് ബാങ്ക് ഭയമാണ് ഈ മിണ്ടാട്ടമില്ലായ്മയ്ക്കു പിന്നിലെങ്കിൽ കേരളത്തിലെ 90% ഈഴവരും SNDPയുടെ തിട്ടൂരത്തിന് ചെവി കൊടുക്കുന്നവരല്ലെന്ന് ഇടതുപക്ഷ സർക്കാരും ഒപ്പം UDF നേതൃത്വവും മനസ്സിലാക്കണമെന്നും ലേഖനത്തിലുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.